ഹായ്, നോറ ഒരു സൈക്കോ ആണോ എന്നെനിക്ക് തോന്നിയ ഒരു വഴക്കാണ് നടന്നത്. ഇന്ന് ജിൻഡോയും ജാസും കൂടെ അവിടെ ഭയങ്കര അടിയായിരുന്നു. ഞാനും ഓർത്തു ഇവരെന്തിനാണ് വഴക്കുണ്ടാക്കേണ്ടത്, ഇങ്ങനെ ഒരു ഘട്ടം എന്താ വന്നത്, ഗബ്രി എന്നൊരു സബ്ജക്റ്റ് വന്നു. ഗബ്രി ആരോടും എന്തും മുഖത്ത് നോക്കി പറയും എന്നാ പറയുന്നത്. ഗബ്രി എവിടുന്ന് പോയില്ലേ കൊച്ചേ, നീ ഗബ്രീനെയും ചമന്നുകൊണ്ട് നീ എന്തിനാ അതിനകത്ത് ഇരിക്കുന്നേ? ഇതായിരുന്നു യൂഷ്വലി നമ്മളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അതാണ് ചോദിക്കുന്നത്, എന്തൊരു പെണ്ണ 24 മണിക്കൂർ കാപ്പറി കാപ്പറി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുറത്തുള്ള വിഷയങ്ങൾ എടുത്തു വെച്ച് ചോദ്യം ചെയ്യാൻ അവകാശമില്ലാത്ത ഒരു പ്രശ്നം അവിടെ ഉള്ളത് കൊണ്ടായിരിക്കും പലരും അത് മിഴുങ്ങസിയാൻ മിഴുങ്ങുന്നത്. ഞാൻ ചകിതയായി നോക്കിക്കൊണ്ടിരുന്നത് അതിനകത്ത് നന്ദനയുടെ ആ ഭാവമാറ്റമാണ്. ഈ ഒരു വിഷയത്തിൽ നന്ദന ഇടപെടണമായിരുന്നു. നന്ദനയെ നല്ല അതിനകത്തിരുന്ന മിക്കവാറും ആൾക്കാരെല്ലാം സൈലൻ്റ് ആയിരുന്നു. ഇടപെട്ടൽ ആ ഫ്ലോ പോകും എന്നുള്ളത് കൊണ്ടായിരിക്കാം. എന്തായാലും ആർക്കും ആരുടെയും സപ്പോർട്ട് ഇല്ല എന്നുള്ളത് വ്യക്തമാണ്. അതായത് ജാസ്മിൻ്റെ കൂടെയോ ജിൻഡോയുടെ കൂടെയോ അല്ല അവിടെ ഉള്ളവർ മെജോറിറ്റി. രണ്ടുപേർക്കും കിട്ടട്ടെ എന്നുള്ളതാണ്. ജിൻഡോ വഴി അവക്കും അവൾ വഴി ഇവക്കും കിട്ടട്ടെ എന്നുള്ളൊരു ടേമാണ് അവിടെ ഫോളോ ചെയ്തായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ജാസ്മിൻ്റെ വിചാരം ഞാൻ പറഞ്ഞു ജയിച്ചു, തൻ്റെ ഇടത്തോടെ ആർജവത്തോടെ തറ്റത്തോടെ. ഇനിയിപ്പോൾ ജാസ്മിൻ ഫാൻസ് പറയും, കണ്ടോ 23 വയസ്സുള്ള ഒരുത്തി പൊരുതി നിൽക്കുന്നത് കണ്ടോ. ഇത് പൊരുതി പോരാട്ടം ബോൾഡ്നെസ് ക്യൂട്ടിനെസ് എന്നൊന്നല്ല പറയുക, ഇത് പച്ച പോക്കൃത്തരം എന്നാ പറയുക. അവൻ പുറത്തു പോയി, അവൻ പോയതിൻ്റെ റീസൺ ജിൻഡോ കൃത്യമായി പറയുന്നുണ്ട്. നീയാണ് അതിനുത്തരവാദി, നീ തന്നെയാണ് അതിനുത്തരവാദി. അത് കൃത്യമല്ലേ? ഒരു പക്ഷേ അൻസിബയും പറയുന്നുണ്ട്. എല്ലാവരും മാറി തിരിഞ്ഞ് പറയുന്ന ഒരു കാര്യം, ടോപ്പ് 5 എത്തേണ്ടിയിരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ഗപ്രി. അവനെ അതിലേക്ക് നിന്ന് മാറ്റി നിർത്തിയത് ഇവൾ ഒരുത്തിയാണ്. ഇവളുടെ ഗെയിം പ്ലാൻ ഒന്നുകൊണ്ടാണ് ആ ചെറുക്കൻ തോറ്റുപോയത്. പോകേണ്ടത് അവളായിരുന്നു. പകരം അവൻ പോയതിൽ വിഷമമുണ്ടെന്ന് ജിൻഡോ പറഞ്ഞത് 100% സത്യം. ഈ വോട്ട് സ്പ്ലിറ്റ് ആയതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് അങ്ങനെ വന്നത്. വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗബ്രിയെ പുറത്ത് വിട്ടതെങ്കിൽ വോട്ട് സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. കാരണം 2 പേർക്കുമായിട്ട് മത്സരിച്ച ആളുകൾ ഇതിട്ടിട്ടുണ്ട് പുറത്തേക്ക് പോട്ടെ എന്നുള്ള ടൈമിൽ. അപ്പോൾ ഏതായാലും ഈ ഒരു വിഷയത്തിൽ ഗബ്രിയെ പറ്റി പറഞ്ഞ ഒരു കാര്യം നമുക്ക് പറയാനുള്ള കാര്യമാണ് അവിടെ അവതരിപ്പിച്ചതെന്ന് വ്യക്തം. കൂടെ ഒരു കാര്യം കൂടെ, എന്തടിസ്ഥാനം ഞോറയുമായിട്ട് ചെറിയൊരു ഫൈറ്റ് കഴിഞ്ഞിരിക്കുന്ന നന്ദന ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് പോകുമ്പോൾ നമ്മളെ അടുത്ത് പറഞ്ഞിട്ട് പോയത് എന്തായിരുന്നു? ഞാൻ ഇടപെടും, ഞാൻ തീർക്കും, ഞാൻ ശരിയാക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ എന്തുവായി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ ആറ്റിറ്റ്യൂഡ്, ആ അറഗൻസ്, അത് പതിയെ അവളിലേക്കും വരികയാണ്. മറ്റേ എന്താ നമ്മൾ കാണുന്നത്, കണ്ടു പഠിക്കുന്നതാണല്ലോ വരിക. ഏതായാലും ആ പെൺകുട്ടിയും കൂടെ ഇവളുടെ ഒപ്പം ചേർന്ന് കഴിഞ്ഞാൽ അവളെക്കാൾ അഹങ്കാരിയെ ഇവൾ മാറുന്നതിൽ തർക്കമേ വേണ്ട. കുട്ടികൾ ബോൾഡായി സംസാരിക്കുന്ന അഹങ്കാരമാണോ എന്ന് ചോദിച്ചാൽ ചിലയിടങ്ങളിൽ നമ്മൾ അത്യാവശ്യം പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്, അത് പാലിക്കണം. അയാളത് പറഞ്ഞെങ്കിൽ അത് മറ്റൊരു രീതിയിലാണ് എടുത്തിരുന്നെങ്കിൽ, സംസാരിച്ചിരുന്നെങ്കിൽ. ഒച്ചത്തിൽ സംസാരിച്ചാൽ നമ്മൾ പറയുന്ന കറക്റ്റാകുന്ന ഒരു വശമില്ല. പറയുന്നതിൽ പോയിന്റ് ഉണ്ടാവണം. അൻസിബയെ പോലെ കൃത്യമായി പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനങ്ങളിലെത്തും, കാര്യമായി മനസ്സിലാകും. ഒരു പക്ഷേ സിമ്പതി അവിടെ വർക്കൗട്ട് ചെയ്തേനെ. അതൊന്നുമല്ല പുള്ളിക്കാരത്തെ ലക്ഷ്യം. ആരോടും തോറ്റു കൊടുക്കാൻ വയ്യ. തോൽവി ഒരിക്കലും സഹിക്കാൻ വയ്യ. ഇതൊരു പ്രത്യേകതര രോഗമാണ്. പല പെൺകുട്ടികളും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള പെൺകുട്ടികൾക്ക് സ്വസ്ഥതയേ ഉണ്ടാകത്തില്ല. ലൈഫ് ലോങ് അവർ സ്ട്രഗിളിൽ തന്നെയായിരിക്കും. ആ പെൺകുട്ടിക്കുണ്ടായ എന്തെങ്കിലും രീതിയിലുള്ള വ്യക്തിഹത്യകളോ സൈബർ ബുള്ളിങ്ങോ ഒന്നും തന്നെ പുറത്തുനിന്ന് ആരും കൊടുത്തതല്ല, സ്വയം ഏറ്റുവാങ്ങിയ സ്വന്തമായി ഉണ്ടാക്കിയെടുത്തത് തന്നെയാണ്. വളരെ നിരാശാജനകമായ ഒരു പെർഫോമൻസ്, അതിനപ്പുറം ഒന്നും പറയാനില്ല. ഏതായാലും ഇതോടുകൂടി എല്ലാവർക്കും മനസ്സിലായി കാണും അവൾ പ്ലാൻ ചെയ്തതാണ്, പ്ലേ ആയിരുന്നു എന്ന്. തിരിച്ച് ജയിക്കാൻ വേണ്ടിയാണെങ്കിലും ചില വാക്കുകൾ പറയുമ്പോൾ അത് കിട്ടുന്നത് മറ്റൊരു രീതിയിലായിരിക്കും. ഉദാഹരണം, എൻ്റെ ആവശ്യം, എൻ്റെ ചുണ, എൻ്റെ മിടുക്ക്, ഇതൊക്കെ പറയുന്നുണ്ട്. ഗബ്രി പുറത്തു പോയത് എൻ്റെ മിടുക്കാണെന്ന്. അപ്പോൾ നമ്മളോട് അവൻ പറഞ്ഞതും അവനോട് പറഞ്ഞതുമൊക്കെ വെച്ച് നോക്കുമ്പോൾ 100% ആ ഘട്ടം വലിക്കുന്ന സമയത്തുള്ള അവളുടെ ആ ഫേസ് എക്സ്പ്രഷനും ഒക്കെ ഇങ്ങോട്ട് ടാലിയാകുമ്പോൾ മൊത്തത്തിൽ എന്തായി? സിമ്പിളാണ്. പ്രണയ നാടകം കളിച്ച് ഈ ക്യാമറ അട്രാക്ഷൻ ഇത്രയും ദിവസം വാങ്ങിച്ചെടുത്തു. വീട്ടിലെ ജോലി ചെയ്യാതിരിക്കാനുള്ള സൊല്യൂഷൻ, അവൾക്ക് വേണ്ടി പൊരുതി വെട്ടാനും കുത്താനും തയ്യാറായ ഒരു പടയാളി. അക്കൂടെ ഈ സ്ട്രാറ്റജി നിലനിൽക്കുന്നിടത്തോളം അവനും അവളും പുറത്തു പോകില്ല എന്നുള്ള ദൃഢവിശ്വാസം. ആരോ കൊടുത്ത ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് അവൻ ഡാർക്ക് റൂമിലുണ്ട്, പിന്നെ വരും, ഞാൻ കൊണ്ടുവരും, നോക്കിക്കൊന്ന് കോൺഫിഡൻ്റ് ആയിട്ടുള്ള സംസാരം. അപ്പോൾ ഈ കോൺഫിഡൻസ് ആര് കൊടുത്തു എന്ന് എനിക്കറിയത്തില്ല. ബട്ട് അവൻ തിരിച്ചു വരും എന്ന് ശക്തമായി പറയുന്ന അവൾക്ക് ഇത് എന്തോ ഒരു ഗെയിം പ്ലാൻ ആയിട്ടാണ് ഫീൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഗബ്രി തിരിച്ച് അതിലേക്ക് വരികയാണെങ്കിൽ നമ്മളൊക്കെ വിഡ്ഢികളാകാൻ വേറെ ഒന്നും വേണ്ട. വിഡ്ഢിത്തമായിരിക്കും ഇനി ബിഗ് ബോസ് അവരെ തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ ചെയ്യുകയുണ്ടാവുക. അവളുടെ ആ കോൺഫിഡൻസ് ലെവൽ കാണുമ്പോൾ അവളെ അങ്ങനെ കംഫർട്ടാക്കിയതാണോ
ഇല്ല, അങ്ങനെ തന്നെയാണോ പ്ലാൻ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഭയങ്കര ജഗടയായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായി പറഞ്ഞു. ലാസ്റ്റ് മിനിറ്റ് അയാൾ എഴുന്നേറ്റ് പോകുമ്പോൾ പോലും അയാളെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടൊരു കാര്യം, എഴുന്നേറ്റ് പോടാ, പട്ടി കുരയ്ക്കുന്ന കണക്ക് ബാർക്ക് ചെയ്ത് കാണിക്കുക, ഇങ്ങനെ കുറേയൊക്കെ കാണിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ചില പെൺകുട്ടികൾക്ക് ഇതൊരു സ്ഥിര പരിപാടിയാണ്. ഈ രീതിയിലൊന്ന് തിരിച്ച് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ഹീറോയിനിസം, അല്ലെങ്കിൽ എന്താ പറയുക, ഷീയിസം, അങ്ങനെ എന്തോ ഒരു കോക്കാനായിട്ട്. അതൊന്നുമല്ല കേട്ടോ. ഹീറോയിസോ ഇല്ല, ഷീയിസോ അല്ല, ഒരു സുനായും ഇല്ല. നല്ല നല്ല പെട കൊണ്ട് വളരാത്തതിൻ്റെ കുഴപ്പമാണ്. ഇത് പറയുമ്പോൾ കുറച്ച് വിഷമമുണ്ട്. പെടയ്ക്കുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഇടയ്ക്ക് 2 പെട അത്യാവശ്യമാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഒരു പരിധിയിൽ കൂടുതൽ മറ്റുള്ളവരെ വ്യക്തിഹത്യ ചെയ്തല്ല തൻ്റെ സ്പേസ് ക്ലിയർ ആക്കുന്നത്. നമ്മളുടെ സ്പേസ് ക്ലിയർ ചെയ്യാൻ നമ്മൾക്കൊരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ അതവിടെ ക്ലിയർ ആയിക്കോളും. ഉദാഹരണം അൻസിബയാണ്. അതേസമയം ഒച്ചയിട്ടും ബഹളം വെച്ചും ക്യാമറ സ്പേസിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഇകഴ്ത്താനും ശ്രമിക്കുന്ന നമ്മുടെ ജാസുമോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. സത്യത്തിൽ ഇങ്ങനെ ഒരു ഫൈറ്റ് കാണുമ്പോൾ അതൊരു ഭയങ്കര ഉത്സവമാക്കേണ്ട ഒരു കണ്ടൻറ്റാണ്. ബട്ട് എനിക്കെന്തോ ഫീൽ സോ സോറി ഫോർ ഹർ. സത്യം പറഞ്ഞാൽ ആ പെൺകുട്ടിക്ക് 1% പോലും സപ്പോർട്ട് പറയാനുള്ള ചാൻസ് പോലും ഇല്ലാതാക്കുകയാണ് ഓരോരോ പെർഫോമൻസിൽ കൂടെ. ഇങ്ങനെയൊക്കെ ചെയ്താൽ കുറച്ച് പെർഫോമർ ആകും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് കിട്ടും എന്ന് വിചാരിച്ചിരിക്കുകയാണ്. പിന്നെ ജിൻഡോ നെറ്റിയടി കൊടുത്തതിന് മറ്റൊരു കാരണം കൂടെയുണ്ട്. തലങ്ങും വിലങ്ങും തടിച്ചും തിടിച്ചും ഒക്കെ പോയിരുന്നു അവൻ്റെ ഫോട്ടോ നോക്കിയും ഇല്ലാതെ കുറേ ഡ്രാമാറ്റിക് സാധനം കാണിക്കുന്ന അവക്ക്, നീ കാരണമാണ് അവൻ പോയത്, നീ ഇല്ലായിരുന്നെങ്കിൽ ആ ചെറുക്കൻ ഇവിടെ കളിച്ചേനെ, അവൻ വിവരമുള്ളവനായിരുന്നു, നീയാണ് അവനെ നശിപ്പിച്ചതെന്നുള്ള ആ ഒരു സൈക്കോളജിക്കൽ അടിയുണ്ടല്ലോ, അത് തീർച്ചയായിട്ടും ഫലിക്കും. പക്ഷെ അവൾക്ക് ഫലിക്കില്ല. കാരണം അവൾക്കറിയാം അവൾ തന്നെയാണ് പുറത്താക്കിയത്, അവൾ തന്നെയാണ് ഗബ്രിയെ പുറത്തു വിട്ടത്. കഷ്ടമെന്നല്ലാതെ എന്താ പറയുക. ഏതായാലും ഇത് പവർ മീഡിയ എടുത്തു വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞ അതേ കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരു പെൺകുട്ടികളും ഇത് കണ്ടു പഠിക്കരുത്. അവളൊരു ഇൻഫ്ലുവൻസർ അല്ല, അവളെ കണ്ട് പഠിക്കുകയേ ചെയ്യരുത്. നോ ക്ലീൻനെസ്, വായാടിത്തം, തൻ്റെ ഇടം, അനാവശ്യമായ ചീറ്റിങ്സ് എല്ലാം ഉണ്ട്. കള്ളൻ 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 എന്ന് ഈ ജിൻഡോയെ വിളിക്കുന്ന അവൾക്ക് സ്വയം ഒന്ന് കണ്ണാടി നോക്കിയാൽ മനസ്സിലാകും ആരാണ് കള്ളിയെന്ന്. എത്ര വലിയ കള്ളിയാണ് അവൾ. ഒരാളോടും സിൻസിയോറിറ്റിയോ ഒരാളോടും ഒരു ഇതോ ഇല്ലാത്തൊരു പെണ്ണ്. അതാണ് അവൾ. എന്ത് വ്യക്തിത്വമാണെന്ന് അറിയത്തില്ല. എന്തൊക്കെയോ വിചാരിച്ച് വെച്ചിരിക്കുകയാണ്. പുറത്തുള്ള വിഷയങ്ങൾ അവൾ അറിയുന്നുണ്ട്. പക്ഷേ ഇത്രയധികം ആൾക്കാരുടെ പെർഫോമൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു അഭിപ്രായം അവളിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. ഉണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കുമോ അറിയില്ല. ഇതിനേക്കാൾ സൈബർ ബുള്ളിങ് നേരിട്ടവളാണ്. വീണ്ടും ചുറ്റും നിൽക്കുന്നവരെയൊക്കെ ത്രെട്ട് ചെയ്തും അവരെയൊക്കെ അങ്ങ് ഉണ്ടാക്കിയും ഒക്കെ നിന്ന് കളയാമെന്നുള്ള ഒരു ഭാവമുണ്ടല്ലോ, ഭീകരം, ഭയാനകം. നോറയെ വേറെ ഏതോ 2 കാര്യങ്ങൾ അവൾ നോക്കി വെച്ചിട്ടുണ്ട്. നോറയെ അവൾ തീർക്കും, കുത്തും, വെട്ടും. ആ ടോൺ, ആ ആറ്റിറ്റ്യൂഡ് സോ ഡേഞ്ചറസ്. ഷീ നീഡ് ട്രീറ്റ്മെൻറ്റ്. അത് കൊടുത്തിട്ടില്ല വെച്ചാൽ കൂടെ നിൽക്കുന്നവർക്കെല്ലാം അപകടകരമാവുന്ന രീതിയിലാണ് അവളുടെ ആറ്റിറ്റ്യൂഡ്. സോ ഡേഞ്ചറസ്. താങ്ക് യു സോ മച്ച്.